അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, കണ്ണിമ വെട്ടുന്ന നേരം പോലും ഇവിടെ ഉദ്ദേശിക്കുന്നത് മനോഹരമായിട്ടുള്ളൊരു പ്രാർത്ഥനയെ വിശദീകരിക്കാനാണ്. പ്രാർത്ഥനകൾ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകമാണ് പ്രാർത്ഥനകൾ. ഏതൊരു പ്രതിസന്ധികളിലും വിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്നത് പ്രാർത്ഥനകളാണ്. പരിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട പ്രവാചകന്മാരുടെ ചരിത്രത്തിലെല്ലാം ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധി അവരനുഭവിക്കുന്ന സന്ദർഭത്തിൽ അവർ നടത്തുന്ന ഒരു പ്രാർത്ഥനയാകും അവരുടെ സാഹചര്യങ്ങൾ മുഴുവൻ അവർക്ക് അനുകൂലം അല്ലെങ്കിൽ അത് മാറ്റിമറിയുന്നത്. അതിൻ്റെ ടേണിംഗ് പോയിൻ്റായിട്ടൊരു പ്രാർത്ഥന കടന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഏതൊരു പ്രതിസന്ധികളിലും ആ പ്രതിസന്ധികളിൽ നിന്നും ആ സാഹചര്യങ്ങളെ മാറ്റാനുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ആയുധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയത് പ്രാർത്ഥനകളാണ്. ഇവിടെ പറയപ്പെടാൻ പോകുന്ന പ്രാർത്ഥന അത് ലോകത്തെ ഏറ്റവും സ്നേഹനിധിയായിട്ടുള്ള ഒരു പിതാവ്, അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യൻ, അഷ്റഫുൽ ഖൽഖായിട്ടുള്ള റസൂലുള്ളാഹ് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കരളിൻ്റെ കഷ്ണമെന്ന് റസൂലുള്ളാഹ് വിശേഷിപ്പിച്ച തൻ്റെ മകൾ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹക്ക് നൽകുന്ന ഒരു ഉപദേശം കൂടെയാണ്. റസൂലുള്ളാഹ് നിരവധി പാഠങ്ങൾ മകൾക്ക് ഇതേ രൂപത്തിൽ നൽകപ്പെടുന്ന അല്ലെങ്കിൽ ആ രൂപത്തിൽ നമുക്ക് ലഭിച്ച നിരവധി സംഭവങ്ങളുണ്ട്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സന്ദർഭത്തിൽ മകൾക്ക് നൽകുന്ന ഉപദേശം ഇമാം നസായി ഉദ്ധരിക്കുന്ന സ്വഹീഹായിട്ടുള്ള ഉദ്ധരണിയിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹ് മകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ ഒരു അല്ലെങ്കിൽ എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും ഈ ഒരു പ്രാർത്ഥന നീ ചെല്ലാതെ കടന്നു പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിട്ടുള്ളൊരു പ്രാർത്ഥന. റസൂലുള്ളാഹി അത് മകളോട് പറയുക മാത്രമല്ല, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം, എന്തെങ്കിലും ഒരു പ്രതിസന്ധി നേരിട്ട ഉടനെ തന്നെ റസൂലുള്ളാഹി ആ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതാണ്. എന്തായിരുന്നു ആ പ്രാർത്ഥന? അത് ആരംഭിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ ഹയ്യ് യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം പരിപാലിക്കുന്നവനുമായിട്ടുള്ളവനെ. അതാണ് റസൂലുള്ളാഹി ആദ്യമായിട്ട് പ്രാർത്ഥനയിൽ നമ്മളെ പഠിപ്പിച്ച രണ്ട് പദങ്ങൾ. ഈ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള അള്ളാഹുവിൻ്റെ നാമങ്ങൾ വിളിച്ചുകൊണ്ടാണ് ആ പ്രാർത്ഥന ആരംഭിക്കുന്നത്. ഹയ്യ് അൽ ഖയ്യൂം, ഈ രണ്ട് പദങ്ങൾ. അപ്പോൾ നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശ്രേഷ്ഠമായിട്ടുള്ള നാമങ്ങൾ അല്ലെങ്കിൽ അസ്മാ ഉൽ ഹുസ്ന അത് വെച്ചുകൊണ്ട് നമ്മോട് പ്രാർത്ഥിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മളെ പഠിപ്പിച്ച്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മോട് പറയുന്നുണ്ട്. സൂറത്തുൽ അറാഫിൻ്റെ 180-ാമത്തെ വചനത്തിൽ വലില്ലാഹിൽ അസ്മാ ഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അള്ളാഹുവിന് ഉത്കൃഷ്ടമായിട്ടുള്ള നിരവധി നാമങ്ങളുണ്ട്, അത് വെച്ചുകൊണ്ട് നിങ്ങൾ എന്നെ വിളിക്കുക അല്ലെങ്കിൽ എന്നോട് തേടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞതാണ്. അതേപോലെ തന്നെ മുത്തഫഖുൻ അലൈഹിയായിട്ടുള്ള ഒരു ഹദീസിലും റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചു, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് 99 നാമങ്ങളുണ്ട്, അത് ഗ്രഹിച്ചവൻ അവർ സ്വർഗാവകാശികളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പോൾ 99 നാമം പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. 99 നാമം മാത്രമല്ല ഉള്ളത്, പക്ഷേ റസൂലുള്ളാഹി പ്രത്യേകമായിട്ട് ഇവിടെ 99 എടുത്തു പറയാണ്. അതിൽ ശ്രേഷ്ഠമായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രണ്ട് നാമങ്ങളാണ് ഈ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ കടന്നു വരുന്നത്. യാ ഹയ്യ് യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, എല്ലാത്തിനെയും പരിപാലിക്കുന്നവനായിട്ടുള്ളവൻ. ഈ രണ്ട് നാമങ്ങൾ മറ്റൊരു മനോഹരമായിട്ടുള്ളൊരു കാര്യം, മറ്റുള്ള മുഴുവൻ നാമങ്ങളുടെയും കാമ്പ് ഈ രണ്ട് നാമങ്ങളിൽ അടങ്ങുന്നുണ്ട്. അതാണ് പണ്ഡിതന്മാർ, അതുകൊണ്ട് തന്നെ ഈ രണ്ട് നാമങ്ങളെ ഇസ്മുല്ലാഹിൽ അഅ്ളം, അതായത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രണ്ട് നാമങ്ങളെന്നാണ് ചില പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത്. അതിന് തെളിവായിട്ട് ഉദ്ധരിക്കപ്പെടുന്ന ചില ഹദീസുകൾ, ഒന്നാമതായിട്ട് കടന്നു വരുന്ന ഹദീസ് സുനൻ അബൂദാവൂദിൽ കടന്നു വരുന്ന ഹസനായിട്ടുള്ളൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരാൾ ഈ രണ്ട് നാമങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് കേട്ട സന്ദർഭത്തിൽ ഒരാൾ റസൂലുള്ളാഹിൻ്റെ സമീപത്ത് നിന്നുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലാ അൻത യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യ് യാ ഖയ്യൂം. അദ്ദേഹം പ്രത്യേകമായിട്ട് വിളിച്ചു. അദ്ദേഹം ഈ രൂപത്തിൽ പ്രാർത്ഥിക്കുന്നത് കേട്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്തുണ്ടായിരുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ലഖദ് ദഅല്ലാഹു ബി ഇസ്മിഹിൽ അലീം, അദ്ദേഹം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഉത്കൃഷ്ടമായിട്ടുള്ള അള്ളാഹുവിൻ്റെ നാമങ്ങൾ വെച്ചുകൊണ്ടാണ് അള്ളാഹുവിനെ വിളിച്ചത്. ഇദാ ദുഇയ ബിഹി അജാബ, അതുകൊണ്ട് അതായത് അത് വെച്ച് അള്ളാഹുവിനെ വിളിക്കുകയാണെങ്കിൽ
അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിലും അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന സ്വഹീഹായിട്ടുള്ള മറ്റൊരു ഹദീസിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മഹത്തായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ 2 നാമങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ വിളിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ആ 2 നാമങ്ങൾ 3 സൂറത്തുകളിൽ കടന്നു വരുന്നുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, സൂറത്തുൽ ബഖറ, സൂറത്തു ആലി ഇമ്രാൻ, അതേപോലെ തന്നെ സൂറത്തു ത്വാഹ. ഈ 3 സൂറത്തുകളിൽ കടന്നു വരുന്ന മഹത്തായിട്ടുള്ള 2 നാമങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്നുള്ളതാണ്. അതിനെ പണ്ഡിതന്മാർ ആ ഹദീസിനെ വിശദീകരിച്ച സന്ദർഭത്തിൽ ഈ 3 സൂറത്തുകളിലും ഒരേ രൂപത്തിൽ കടന്നു വരുന്ന അള്ളാഹുവിൻ്റെ നാമങ്ങൾ അൽ ഹയ്യ്, അൽ ഖയ്യൂം എന്നുള്ള നാമങ്ങളാണ്. അത് ആ ഒരു 3 നാമങ്ങളാണ് 3 സൂറത്തിലും കോമൺ ആയിട്ട് വരുന്നത്. നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. അപ്പോൾ സൂറത്തുൽ ബഖറയിൽ ഏറ്റവും അഅ്ലമായിട്ടുള്ള, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ വചനം ആയത്തുൽ കുർസിയിൽ അതിൽ തന്നെ തുടക്കത്തിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ സൂറത്തു ആലിമ്രാനിൽ നമ്മൾ പോവുകയാണെങ്കിൽ ആരംഭത്തിൽ തന്നെ 2ാമത്തെ ആയത്തിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, ആയത്തുൽ കുർസിയുടെ ആദ്യത്തെ ആയത്ത് അവിടെയും ആവർത്തിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ സൂറത്തു ത്വാഹ 20ാമത്തെ അധ്യായം സൂറത്തു ത്വാഹയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ 111ാമത്തെ വചനത്തിൽ വഅനത്തിൽ വുജൂഹുലിൽ ഹയ്യുൽ ഖയ്യൂം അവിടെയും അതേ നാമം കടന്നു വരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ 3 സൂറത്തുകളിൽ ഒരുപോലെ ആവർത്തിക്കപ്പെടുന്ന 2 നാമങ്ങൾ അത് വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് അൽ ഹയ്യ്, അൽ ഖയ്യൂം. ഈ നാമങ്ങൾ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുമെന്നുള്ള. സുബ്ഹാനല്ലാഹ്. ഈ 2 നാമങ്ങൾ ഏറ്റവും ഉത്കൃഷ്ട നാമങ്ങളായിട്ട് കടന്നു വരാനുള്ള കാരണം അത് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്ന അൽ ഹയ്യ് എന്നുള്ള നാമം, എന്നും ജീവിച്ചിരിക്കുന്നവൻ എന്നുള്ള ആ ഒരു ക്വാളിറ്റി, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദാത്തിയായിട്ടുള്ള സിഫത്തുകൾ, അള്ളാഹുവിൻ്റെ സത്തയെ കുറിക്കുന്ന വിശേഷണങ്ങളുടെ കാമ്പായിട്ട്, അടിസ്ഥാനമായിട്ട് കടന്നു വരുന്ന നാമമാണ് അൽ ഹയ്യ് എന്നുള്ള നാമം. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുക. മറ്റുള്ളതിനെല്ലാം ആ ഒരു ക്വാളിറ്റി അടിസ്ഥാനമായിട്ട് വേണ്ടതുണ്ട്. ഇപ്പോൾ പ്രപഞ്ചത്തിലുള്ള സർവ്വതും, ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള സർവ്വതിൻ്റെയും സൃഷ്ടാവായിട്ടുള്ളവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായിരിക്കണം. അവനാണ് ജീവിതം നൽകുന്നവൻ. ജീവൻ നൽകുന്നവനും ജീവൻ എടുക്കുന്നവനും അവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ നമുക്ക് ജീവൻ നൽകിയത് നമ്മുടെ സമ്മതത്തോടു കൂടെയല്ല, ഇനി നമ്മുടെ ജീവിതം അവസാനിക്കുന്നതും നമ്മുടെ സമ്മതത്തോടു കൂടെയല്ല. അപ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തിന്, അല്ലെങ്കിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള സർവ്വതിനും ഒരു തുടക്കവും ഒടുക്കവും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നും മുക്തനായി എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ഹുവൽ അവ്വലു വൽ ആഖിർ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അവന് തുടക്കമോ ഒടുക്കമോ ഇല്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു തുടക്കമുണ്ട്, ഒരു ഒടുക്കമുണ്ട്. അത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതാണ്. അത് രണ്ടും അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹുവല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ജീവിതവും മരണവും സൃഷ്ടിച്ചത്. അപ്പോൾ ജീവിതവും മരണവും സൃഷ്ടിച്ചവൻ തീർച്ചയായിട്ടും അതിനതീതനായിരിക്കും. ഹുവൽ ഹയ്യ്, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം ആരാധനയ്ക്ക് അർഹനായിട്ട് മാറുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആയത്തുൽ കുർസിയുടെ ആരംഭത്തിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ആരാധനയ്ക്ക് അർഹൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനോട് ചേർത്ത് പറഞ്ഞ ക്വാളിറ്റി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും പരിപാലിക്കുന്നവനാണ്. അതുകൊണ്ട് അല്ലാഹു ലാ ഇലാഹ, അവന് മാത്രമാണ് ആരാധനയ്ക്ക് അർഹൻ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ മുഴുവനും അത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒന്നുകിൽ അത് ജീവനില്ലാത്ത വസ്തുക്കളായിരിക്കും, അതല്ലെങ്കിൽ അതിനൊരു തുടക്കമോ ഒടുക്കമോ ഉള്ള വസ്തുക്കളായിരിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ വീണ്ടും ആരാധനയെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹന്നാസ് അഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾക്കും നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ചിട്ടുള്ളവനെ നിങ്ങൾ ആരാധിക്കുക എന്നുള്ളതാണ്. കാരണം അത്തരത്തിലുള്ള ഒരുവന് മാത്രമേ ഖാലിഖ്, സൃഷ്ടാവാകാൻ കഴിയൂ എന്നുള്ളതാണ്. മറ്റുള്ളതിനെല്ലാം ഒരു തുടക്കവും ഒടുക്കവും കാണാൻ സാധിക്കൂ എന്നുള്ളതാണ്. അവനാണ് സർവ്വജീവൻ്റെയും സ്രോതസ്സ്. അതുകൊണ്ടാണ് ആ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ യാ ഹയ്യ് എന്നുള്ള പദം കൊണ്ടാണ് ആ പ്രാർത്ഥന ആരംഭിക്കുന്നത്. അടുത്തായിട്ട് കടന്നു വരുന്ന പദം ഖയ്യൂം എന്നുള്ള പദമാണ്. യാ ഹയ്യ് യാ ഖയ്യൂം. ഇപ്പം ഹയ്യ് എന്നുള്ള പദം നേരത്തെ നമ്മൾ പറഞ്ഞു, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദാത്തിയായിട്ടുള്ള, അതായത് അള്ളാഹുവിൻ്റെ സത്തയെ കുറിക്കുന്ന
ആ ഗുണവിശേഷണങ്ങളെ ആ ഒരു നാമം സമഗ്രമായിട്ട് പ്രതിഫലിപ്പിക്കുന്നുണ്ടെങ്കിൽ ഖയ്യൂം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഫിഅലിയായിട്ടുള്ള, അതായത് അള്ളാഹുവിൻ്റെ പ്രവൃത്തികളുമായിട്ട് അഫ്ആലുകളുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സിഫത്തുകളെയാണ് ഖയ്യൂം എന്നുള്ള ആ ഒരു നാമം സമഗ്രമായിട്ട് പ്രതിഫലിപ്പിക്കുന്നത്. അതായത് ഹയ്യ് എന്നുള്ളത് സൃഷ്ടാവ് എന്നുള്ള ഖാലിഖ് എന്നുള്ള ആ ഒരു ക്വാളിറ്റിയുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നതെങ്കിൽ ഖയ്യൂം എന്നുള്ളത് മഖ്ലൂഖ് സൃഷ്ടികളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല കേവലം സൃഷ്ടിക്കുക മാത്രമല്ല, ആ സൃഷ്ടിച്ചതിനെ മുഴുവൻ പരിപാലിക്കുന്നവൻ, മെയിൻറ്റെയിൻ ചെയ്യുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതാണ് ഖയ്യൂം എന്നുള്ള ആ ഒരു പദത്തിനർത്ഥം. ഇപ്പോൾ സൃഷ്ടിച്ചതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുന്നു, യഹ്ഫദു, അതേപോലെ തന്നെ അതിന് വേണ്ട ഉപജീവന മാർഗം യർസുഖു, അത് റിസ്ഖ് നൽകുന്നവൻ, അതാണ് ഖയ്യൂം. അപ്പോൾ ഭാഷയിൽ ഖായിം എന്ന് വെച്ചാൽ പരിപാലിക്കുക അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുക എന്നാണ് അർത്ഥം. അതേ സന്ദർഭത്തിൽ ഖയ്യൂം എന്ന് വെച്ചാൽ നിരന്തരം മേൽനോട്ടം വഹിച്ചു കൊണ്ടിരിക്കുന്നവൻ, അല്ലെങ്കിൽ അവൻ സൃഷ്ടിച്ചതിനെ നിരന്തരം പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവൻ, അതാണ് ഖയ്യൂം. ചെറിയൊരു ചിത്രം ലഭിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പദത്തിൻ്റെ മറ്റൊരു രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്നുണ്ട്. സൂറത്തുൻ നിസാഇൻ്റെ 34-ാമത്തെ വചനത്തിൽ അർ-റിജാലു ഖവ്വാമൂന അലൻ നിസാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് പുരുഷന്മാർ സ്ത്രീകളുടെ മേൽനോട്ടം വഹിക്കേണ്ടവരാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷന്മാരെ ഖവ്വാം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം പുരുഷന്മാരായിട്ടുള്ള ആളുകൾ അവരാണ് ഗൃഹനാഥന്മാർ. അപ്പം അവർ വീടിനെയും ആ വീടിനകത്തുള്ളവരെയും അവന് സംരക്ഷിക്കേണ്ട ബാധ്യത അവനിലാണ്. അതായത് അവരുടെ സുരക്ഷ, അതേപോലെ തന്നെ അവർക്ക് ഉപജീവന മാർഗത്തിനുള്ളതെല്ലാം നൽകേണ്ടത്, അല്ലെങ്കിൽ അവരുടെ മേൽനോട്ടം വഹിക്കേണ്ട ചുമതല അത് പുരുഷനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ളത്. അതേപോലെ ഭൂമിയാകുന്ന നമ്മുടെ വീട്ടിലുള്ള നമ്മളെയും അതേപോലെ തന്നെ നമുക്ക് പുറമെയുള്ള സർവ്വ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച് അവർക്ക് വേണ്ട ഉപജീവന മാർഗം നൽകി എല്ലാത്തിനെയും പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവൻ, അതാണ് ഖയ്യൂം. അത് ഭൂമി മാത്രമല്ല, ഭൂമിയും ആ ഭൂമിക്കകത്തുള്ള നമ്മുടെ ഹൃദയമിടിപ്പ് മുതൽ കോടാനുകോടി പ്രകാശവർഷങ്ങൾക്കപ്പുറത്തുള്ള ഗാലക്സികളെയും ഈ പ്രപഞ്ചത്തിൻ്റെ സ്പന്ദനങ്ങൾ ഇന്നാല മൂസിഊൻ അതിനെ വരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ, പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവൻ, അതാണ് ഖയ്യൂം. അപ്പോൾ യാ ഹയ്യ് യാ ഖയ്യൂം, ഈ രണ്ട് നാമങ്ങൾ ചേർത്ത് പറഞ്ഞതിലുള്ള ഒരു സൗന്ദര്യം മനോഹരമാണ്. പരിശുദ്ധ ഖുർആനിൽ 3 സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് നാമങ്ങളാണ് ഹയ്യുൽ ഖയ്യൂം ചേർത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഹയ്യായിട്ടുള്ളവൻ, നേരത്തെ ഞാൻ പറഞ്ഞു, ഹയ്യായിട്ടുള്ളവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവന് മാത്രമേ എല്ലാത്തിൻ്റെയും സൃഷ്ടാവാൻ സാധിക്കൂ. അവനാണ് ഖാലിഖ്. പ്രപഞ്ചത്തിലുള്ള ജീവനുള്ളവയെയും ജീവനില്ലാത്തവയെയും മുഴുവൻ സൃഷ്ടിച്ചതവനാണ്. അപ്പോൾ സൃഷ്ടാവിന് തീർച്ചയായിട്ടും സൃഷ്ടികളുടെ മീതെ അധികാരവും അവകാശമുണ്ട് എന്ന് കരുതി, അതായത് ഒരാൾ സൃഷ്ടാവാണെന്ന് കരുതി അവൻ സൃഷ്ടിച്ചതിനെ മുഴുവൻ അവൻ പരിപാലിച്ചു കൊള്ളുന്നില്ല. പരിപാലനം എന്നുള്ളത് മറ്റൊരു ക്വാളിറ്റിയാണ്. ഇത് രണ്ടും ചേരുന്ന സന്ദർഭത്തിലാണ് ആ ഒരു പെർഫെക്ഷൻ, ആ ഒരു സമ്പൂർണ്ണത കൈവരുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് രണ്ടും ചേർത്ത് ഉപയോഗിക്കുന്നത്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, വലില്ലാഹിൽ മസലുൽ അല, ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, അയാൾക്ക് തീർച്ചയായിട്ടും ആ നാട്ടിലുള്ള പ്രജകളുടെ മീതെ അധികാരമുണ്ട്, അവകാശമുണ്ട് എന്ന് കരുതി ആ നാടിനെയും നാട്ടുകാരെയും അയാൾ പരിചരിച്ചു കൊള്ളണമെന്നില്ല. അത് നമുക്കെല്ലാം എളുപ്പത്തിൽ മനസ്സിലാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടാവായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല, കാരുണ്യവാനായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല, അവൻ സൃഷ്ടികളെ മുഴുവൻ സൃഷ്ടിച്ചതിന് ശേഷം അവക്ക് വേണ്ടതെല്ലാം നൽകി അവയെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ്. വേണ്ടതെല്ലാം നൽകി, അതാണ് റാസിഖ് എന്നുള്ള നാമം അതിനകത്ത് കടന്നു വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരാളെയും ആശ്രയിക്കേണ്ടതില്ല, പക്ഷേ സർവ്വ സൃഷ്ടികളെയും അവനെ ആശ്രയിച്ചു കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു ഭൗതികവാദിയായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധിക്കുന്ന ഒരു ഭൗതികവാദി പോലും അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ള ഹൃദയസ്പന്ദനങ്ങളെപ്പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, ഹയ്യാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജീവനെ നിലനിർത്താൻ നിരന്തരം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ വെള്ളം കുടിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഭക്ഷണം വേണ്ടതില്ല, അവൻ നമുക്ക് ഭക്ഷണം നൽകിക്കൊണ്ട് നമ്മളെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻആമിൻ്റെ 14-ാമത്തെ വചനത്തിൽ വഹുവ യുത്ഇം വലാ യുത്അം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അവൻ ആഹാരം നൽകുന്നു, പക്ഷെ അതേ സന്ദർഭത്തിൽ അവന് ഒരാളും ആഹാരം നൽകേണ്ടതില്ല. മനോഹരമായിട്ടുള്ള ആയത്ത്. അപ്പോൾ പ്രപഞ്ചത്തിലുള്ള സർവ്വതും അത് വ്യക്തിതലത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ നമ്മളെ ഓരോരുത്തരെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവൻ, അല്ലെങ്കിൽ മേൽനോട്ടം വഹിച്ചു കൊണ്ടിരിക്കുന്നവൻ. പരിശുദ്ധ ഖുർആനിൽ വീണ്ടും സൂറത്ത് റഅദിൻ്റെ 33-ാമത്തെ വചനത്തിൽ ഹുവ ഖായിമുൻ അലാ കുല്ലി നഫ്സിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നിങ്ങൾ ഓരോരുത്തരെയും
അള്ളാഹു സുബ്ഹാനഹു വ തആല മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും പരിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഹ്മാന്റെ 29-ാമത്തെ വചനത്തിൽ കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, എല്ലാ ദിവസവും അവൻ കാര്യനിർവഹണത്തിൽ, അല്ലെങ്കിൽ എല്ലാത്തിനെയും അവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. അവനാണ് ഖയ്യൂം. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മളെ മുഴുവൻ മേൽനോട്ടം വഹിച്ച് നമുക്ക് വേണ്ട ഉപജീവന മാർഗം നൽകിക്കൊണ്ടിരിക്കുന്നവൻ, റിസ്ക് നൽകുന്നവൻ. ആ ഒരു യാഥാർത്ഥ്യം ജീവിതത്തിലുടനീളം വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി പഠിപ്പിച്ച സന്ദർഭത്തിലും ദിനേന പ്രഭാതത്തിലും പ്രദോഷത്തിലും ആ ഒരു പ്രാർത്ഥന ഉരുവിടാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയെ, അല്ലെങ്കിൽ നമ്മളെ മുഴുവൻ റസൂലുള്ളാഹി ഉണർത്തിയത്. അപ്പോൾ ദിനേന അത് ഉരുവിടുക വഴി ആ ഒരു യാഥാർത്ഥ്യം വിശ്വാസികൾ അവരെ തന്നെ നിരന്തരം ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. അവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മളെ പരിപാലിക്കുന്നവൻ. അവനാണ് ജീവിതത്തിലുടനീളം നമ്മുടെ മേൽനോട്ടം വഹിച്ചു കൊണ്ടിരിക്കുന്നവൻ. അപ്പോൾ ജീവിതത്തിൽ നല്ല സന്ദർഭത്തിലും, അല്ലെങ്കിൽ ജീവിതത്തിൽ അനുകൂല സാഹചര്യങ്ങൾ വരുന്ന സന്ദർഭത്തിലും പ്രതികൂല സാഹചര്യങ്ങൾ വരുന്ന സന്ദർഭത്തിലും ഈ ഒരു യാഥാർത്ഥ്യം നമ്മളെ തന്നെ ഉണർത്തേണ്ടതുണ്ട് എന്നുള്ള. പലപ്പോഴും പ്രതിസന്ധികൾ വരുന്ന സന്ദർഭത്തിൽ ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോവാണ്. അപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത്രയും കാലം നമുക്ക് വേണ്ടതെല്ലാം നൽകി നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് ഈ ഒരു സന്ദർഭത്തിലും നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ. ഇനി നമ്മൾ ഈ ഒരു പ്രതിസന്ധിയെ മറികടന്ന് മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലും നമ്മളെ സംരക്ഷിക്കാനുള്ളത് അതേ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ ഒരു ബോധം സദാ വിശ്വാസിയുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മളെ നിരന്തരം മേൽനോട്ടം വഹിച്ച് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ. അതാണ് ഖയ്യൂം എന്നുള്ള ആ ഒരു നാമം കൊണ്ട് വിവക്ഷിക്കുന്നത്. ഒരാൾ നിരന്തരം മേൽനോട്ടം വഹിച്ച് സംരക്ഷിക്കുന്ന സന്ദർഭത്തിൽ തീർച്ചയായിട്ടും അയാൾക്ക് ക്ഷീണവും തളർച്ചയെല്ലാം അയാളെ ബാധിക്കും. സൃഷ്ടികളുടെ കാര്യത്തിൽ അങ്ങനെയാണ്. വലില്ലാഹിൽ മസലുൽ, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, ഒരു സെക്യൂരിറ്റി ഗാർഡ് അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി, അദ്ദേഹം ഒരു ബാങ്കിൻ്റെ ഒരു കാവൽക്കാരൻ, അദ്ദേഹം സദാ ജാഗ്രതയോടുകൂടെ രാത്രിയിലുടനീളം അദ്ദേഹം അതിനെ സംരക്ഷിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുകയാണ്. അദ്ദേഹം ഉറക്കൊടിഞ്ഞ് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇരിക്കുന്നതോടുകൂടെ പകലാകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഉറക്കം ബാധിക്കണം, അല്ലെങ്കിൽ ആ ജോലിക്കിടെ തന്നെ അദ്ദേഹം ഉറക്കത്തിലേക്ക് വഴുതിപ്പോവാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളുടെ ന്യൂനതയിൽ നിന്നെല്ലാം മുക്തനായിട്ടുള്ളവനാണ്. സൃഷ്ടാവായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈസ കമിസ്ലിഹി ശൈഉൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ ഉടനീളം, പ്രപഞ്ചത്തിലുള്ള ഒരു ഇല വീഴുന്നത് മുതൽ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വത നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെയെല്ലാം മേൽനോട്ടം വഹിച്ച് നിയന്ത്രിക്കുന്നുണ്ടെങ്കിലും ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുൽ കുർസിയിൽ ആദ്യം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞ ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ ലാ തഅഖുദുഹു സിനത്തും വലാ നൗം, അവനെ ക്ഷീണമോ മയക്കം പോലും അവനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സൃഷ്ടികളുടെ എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനായി എല്ലാത്തിനെയും ഒരു ക്ഷീണവും ഒരു തളർച്ചയും ഇല്ലാതെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവൻ, സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ, അതാണ് ഖയ്യൂമായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ സൃഷ്ടാവായിട്ടുള്ള അവൻ ഹയ്യാണ്, സൃഷ്ടികൾക്ക് അവൻ ഖയ്യൂമാണ്. ഈ രണ്ട് ശ്രേഷ്ഠമായിട്ടുള്ള നാമങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പ്രാർത്ഥന ആരംഭിക്കുന്നത്. യാ ഹയ്യ് യാ ഖയ്യൂം. ശേഷം ബിറഹ്മതിക അസ്തഗീസ്, ഓ അല്ലാഹ് നിൻ്റെ കാരുണ്യത്താൽ ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നത്, അല്ലെങ്കിൽ നിൻ്റെ കാരുണ്യത്തെ ഞാൻ നിന്നോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ പ്രാരംഭ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രണ്ട് നാമങ്ങൾ ഇസ്മുല്ലാഹിൽ അഅ്ലം നേരത്തെ നമ്മൾ വിശദീകരിച്ചു, അൽ ഹയ്യ് അൽ ഖയ്യൂം. ആ ശ്രേഷ്ഠമായിട്ടുള്ള രണ്ട് നാമങ്ങൾ കൊണ്ട് ആരംഭിച്ച് പിന്നീട് മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അള്ളാഹിൻ്റെ വിശേഷണം ആ റഹ്മത്ത്, കാരുണ്യത്തെ സംബന്ധിച്ചാണ് പ്രാർത്ഥനയിൽ മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായിട്ടുള്ള അൽ ഹയ്യായിട്ടുള്ള ആ സൃഷ്ടാവ് എല്ലാം സൃഷ്ടിച്ച് അതിനെല്ലാം ഉപജീവനം നൽകി അതിനെ പരിപാലിക്കുന്നത് അൽ ഖയ്യൂം. ഈ പരിപാലിക്കുന്നത് അവൻ്റെ കാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിഷേധിക്കുന്ന ദൈവനിഷേധികളായിട്ടുള്ള ആളുകളെ പോലും അവർക്ക് വേണ്ട ഉപജീവനം നൽകി അവരുടെ ഹൃദയ സ്പന്ദനങ്ങളെപ്പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിയന്ത്രിക്കുന്നത് അതെല്ലാം അവൻ്റെ കാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനങ്ങളാണ്. അപ്പോൾ എത്ര തന്നെ അവനെ നിഷേധിച്ചാലും, എത്ര തന്നെ പാപങ്ങൾ ചെയ്താലും ആ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു വരും. അവൻ ഗഫൂറാണ്. അത് യഥാർത്ഥത്തിൽ അവൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. അതേപോലെ തന്നെ മനുഷ്യരായിട്ടുള്ള നമ്മളെ മുഴുവൻ സൃഷ്ടിച്ചതിന് ശേഷം നമ്മളെ വെറുതെ വിടാതെ ആ മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ സൗഭാഗ്യം, അതായത് മാർഗദർശനമാകുന്ന വലിയ സൗഭാഗ്യം
പ്രവാചകന്മാരെയും അതേപോലെ തന്നെ വേദഗ്രന്ഥങ്ങളെയെല്ലാം നൽകിയത് അത് അവൻ്റെ കാരുണ്യത്തിൻ്റെ പ്രകടനമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് റഹ്മാൻ്റെ ആരംഭത്തിൽ റഹ്മാൻ അല്ലമൽ ഖുർആൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റഹ്മത്തിനെ സംബന്ധിച്ച് പറഞ്ഞ ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗ്ഗദർശനം നൽകിയ പരിശുദ്ധ ഖുർആൻ നൽകിയതിനെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത്. അത് ഈ ഐഹിക ലോകത്ത് മാത്രമല്ല, നാളെ മരണാനന്തര ജീവിതത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കപ്പെട്ട ആളുകൾക്ക് അവർക്ക് നാളെ നൽകാൻ പോകുന്ന മഹത്തായിട്ടുള്ള സൗഭാഗ്യം, അത് ആ സ്വർഗ്ഗലോകം, അതും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യമാണ്. അപ്പം ഈ രണ്ട് ലോകത്തും, അതായത് ഇഹലോകത്തും പരലോകത്തും ആ സർവ്വതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതിലെല്ലാം അവൻ്റെ കാരുണ്യമാണ് പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഅറാഫിൻ്റെ 156-ാമത്തെ വചനത്തിൽ റഹ്മത്തി വസിഅത് കുല്ല ഷൈഇൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അവൻ്റെ കാരുണ്യം സർവ്വതിനെയും വലയം ചെയ്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. അള്ളാഹിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്നുള്ളത് കാരുണ്യമാണ്. അതായത് ഡീഫോൾട്ട് എന്നുള്ളത് കാരുണ്യമാണ്. അള്ളാഹിൻ്റെ കോപം എന്നുള്ളത് വെറും എക്സെപ്ഷൻ മാത്രമാണ്. അതുകൊണ്ടാണ് സ്വഹീഹ് മുസ്ലിമിൽ കടന്നു വരുന്ന ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖുദ്സി ആയിട്ടുള്ള ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പ് നടത്തിയ ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി, ഇന്ന റഹ്മത്തി ഗലബത് ഗളബി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, അതായത് എൻ്റെ കാരുണ്യം കോപത്തെ അതിജയിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പ് നടത്തിയ ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന് സമീപം രേഖപ്പെടുത്തി എന്നുള്ളതാണ്. എൻ്റെ കാരുണ്യം കോപത്തെ അതിജയിച്ചിരിക്കുന്നു. ആ കാരുണ്യത്തിൻ്റെ പ്രതിഫലനാണ് നമ്മൾ ഇഹലോകത്തും പരലോകത്തും ഉടനീളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുബ്ഹാനല്ലാഹ്, ഈ പ്രാർത്ഥന എത്ര മനോഹരമാണ്. കാരണം പ്രാർത്ഥനയുടെ പ്രാരംഭത്തിൽ, തുടക്കത്തിൽ 2 ശ്രേഷ്ഠനാമങ്ങൾ അൽ ഹയ്യ് അൽ ഖയ്യൂം, അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള ആ വിശേഷണം അള്ളാഹിൻ്റെ റഹ്മത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ രണ്ടാമതായിട്ട് പ്രാർത്ഥനയിൽ പറയുന്നത്. യാ ഹയ്യ് യാ ഖയ്യൂം ബി റഹ്മതിക അസ്തഗീസ്. ഈ ശ്രേഷ്ഠമായിട്ടുള്ള 3 കാര്യങ്ങൾ, ആ 3 നാമങ്ങൾ പറഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ചോദിക്കാൻ പോവാണ്. ആ ചോദിക്കുന്നതും ഏറ്റവും മഹത്തായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ശേഷം ചോദിക്കുന്നത് അസ്ലിഹ് ലി ശഅനി കുല്ലഹു, ഓ അല്ലാഹ് എൻ്റെ എല്ലാ കാര്യങ്ങളെയും നീ നന്നാക്കണേ എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, പ്രത്യേകമായിട്ട് ഒരു കാര്യവും എടുത്തു പറയാതെ എൻ്റെ എല്ലാ കാര്യങ്ങളെയും നീ നന്നാക്കണേ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചോദിക്കുന്നത്. അപ്പം അതിൽ നമ്മുടെ ദുനിയവിയായിട്ടുള്ള കാര്യങ്ങൾ, ഇഹലോകത്ത് നമ്മുടെ കാര്യങ്ങളും അതേപോലെ തന്നെ വരാനിരിക്കുന്ന ആഖിറത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചോദിക്കുകയാണ്. അതേപോലെ തന്നെ ഭൂതകാലത്ത് നിന്നും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ചില പ്രയാസങ്ങൾ, വർത്തമാനകാലത്ത് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രയാസങ്ങൾ, ഇനി ഭാവിയിൽ നേരിടാൻ പോകുന്ന കാര്യങ്ങൾ, അതിനെല്ലാം അത്തരത്തിലുള്ള മുഴുവൻ പ്രയാസങ്ങളും ആ പ്രയാസങ്ങളും മാറ്റി ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും നീ നന്നാക്കണേ. അസ്ലിഹ് ലി ശഅനി കുല്ലഹു. സുബ്ഹാനല്ലാഹ്. ഇപ്പം ചില പ്രാർത്ഥനകളിൽ പ്രത്യേകമായിട്ട് തന്നെ ദുനിയാവും ആഖിറത്തും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എടുത്തു പറഞ്ഞ് ചോദിക്കുന്ന നിരവധി പ്രാർത്ഥനകളുണ്ട്. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അദാബന്നാർ, അവിടെ ദുനിയാവും ആഖിറത്തും രണ്ടും പ്രത്യേകമായിട്ട് വേർതിരിച്ച് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതേപോലെ തന്നെ ഇതിന് സമാനമായിട്ട് മറ്റൊരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിൽ വെച്ചുകൊണ്ട് നടത്തിയ ആ പ്രാർത്ഥനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്വലഹ അലൈഹി അംരി ദുനിയ വൽ ആഖിറ, ഓ അല്ലാഹ് എൻ്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും കാര്യങ്ങൾ ശരിയാക്കണം. സ്വലഹ, അതേ പദം ഇവിടെ കടന്നു വരുന്നുണ്ട്. റസൂലുള്ളാഹി അവിടെ എല്ലാം പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രാർത്ഥനയിൽ, അപ്പോൾ നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ദുനിയാവും ആഖിറത്തൊന്നും എടുത്തു പറയാത്തത് കൊണ്ട് തന്നെ എല്ലാം അതിൽ പെട്ടു എന്നുള്ളതാണ്. അസ്ലിഹ് ലി ശഅനി കുല്ലഹു, എൻ്റെ എല്ലാ കാര്യങ്ങളും ദുനിയാവിലുള്ളതും ആഖിറത്തിലുള്ളതും എല്ലാ കാര്യങ്ങളെയും നീ നന്നാക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അതിലപ്പുറം എന്താണ് നമുക്ക് വേണ്ടത്? അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെക്കാൾ അറിയാവുന്നവൻ, അതേപോലെ തന്നെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും നമ്മൾ പിന്നിട്ടതുമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളെയെല്ലാം നമ്മളെക്കാൾ അറിയാവുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നമ്മൾ ചോദിക്കുകയാണ്, ഓ അല്ലാഹ് എൻ്റെ എല്ലാ കാര്യങ്ങളെയും നീ ശരിയാക്കണേ എന്നുള്ള. സുബ്ഹാനല്ലാഹ്, എത്ര മഹത്തായിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ തുടക്കത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നാമങ്ങൾ നമ്മൾ ആരംഭിച്ചു, ഏറ്റവും പ്രധാനപ്പെട്ട ആ വിശേഷണം നമ്മൾ പറഞ്ഞു, അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ചോദ്യം, ആ ചോദ്യത്തിലൂടെയാണ് നമ്മൾ ഈ മൂന്നാമതായിട്ട് പ്രാർത്ഥനയിലേക്ക് കടക്കുന്നത്. അസ്ലിഹ് ലി ശഅനി കുല്ലഹു. അതിനുശേഷം ആ പ്രാർത്ഥനയുടെ മർമ്മഭാഗത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
ശേഷം നമ്മൾ ചോദിക്കുകയാണ് വലാ തെക്കിൽനി ഇലാ നഫ്സി തൊറഫത്ത ഐൻ, ഓ അല്ലാഹ്, ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും നീ എന്നെ എനിക്ക് തന്നെ നീ ഏൽപ്പിക്കരുതേ. ഒരു കണ്ണി ചിമ്മുന്ന നേരം പോലും നീ എന്നെ എനിക്ക് തന്നെ നീ വിട്ടുതരല്ലേ അല്ലാഹ്. അതാണ് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നത്. അപ്പോൾ കണ്ണ് ചിമ്മുന്ന നേരം, ആ ഒരു പ്രസ്താവനയുടെ ആഴം എത്രയാണ് ചിന്തിച്ച് നോക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മസിലുകളാണ് കൺപോളകയുടെ മസിലുകൾ. ഓരോ ആളുകളും മിനിറ്റിൽ 16 മുതൽ 20 തവണ നമ്മൾ കണ്ണ് ചിമ്മുന്നുണ്ട്, നമ്മൾ പോലും അറിയുന്നില്ല. അതായത് മണിക്കൂറിൽ 1200 തവണ, അതല്ലെങ്കിൽ ഓരോ ദിവസവും 28,800 തവണയാണ് നമ്മൾ കണ്ണ് ചിമ്മിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ആ കണ്ണിനകത്ത് ആ ഒരു ഈർപ്പം നിലനിൽക്കുന്നത്. നമ്മുടെ കണ്ണിനകത്ത് സദാസന്ദർഭത്തിലും ഈർപ്പം നിലനിർത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളൊരു സംവിധാനം. അപ്പോൾ നമ്മുടെ കാറിൻ്റെ വൈപ്പർ പോലെ അതേ രൂപത്തിലുള്ളൊരു സംവിധാനമാണ്. അപ്പോൾ ആ ഒരു പ്രവൃത്തി ഇത്രയും ശക്തമായിട്ട് നമ്മുടെ ആ ശരീരത്തിനകത്ത് നടക്കുന്നത് നമ്മൾ പോലും അറിയുന്നില്ല. അത് നമ്മൾ പോലും അറിയാതെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പല സന്ദർഭത്തിലും ആ ഒരു വലിയ അനുഗ്രഹത്തെ സംബന്ധിച്ച് നമ്മൾ ബോധവാന്മാരാകുന്നത് അത് നഷ്ടപ്പെടുന്ന സന്ദർഭത്തിലാണ്. അപ്പോൾ ആ ഒരു കഴിവ് നഷ്ടപ്പെട്ട, ഇപ്പോൾ ചില ആളുകൾക്ക് സ്ട്രോക്ക് വന്നിട്ടെല്ലാം ഒരു ഭാഗം തളർന്ന ആളുകൾ, അതല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിൽ ഡ്രോപ്പിംഗ് ഐ അല്ലെങ്കിൽ ടോസിസ് എന്നറിയപ്പെടുന്ന ഒരു രോഗമുണ്ട്. അതായത് കൺപോളകൾ താഴേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ആ ഒരു രോഗം അനുഭവിക്കുന്ന ആളുകൾ അതിൻ്റെ ഒരു പ്രയാസം പറഞ്ഞു തരും. കാലങ്ങളോളം അവർ പിന്നീടുള്ള ജീവിതകാലത്തുടനീളം അവർ ഐ ഡ്രോപ്പുകൾ ഉപയോഗിക്കേണ്ടി വരും ആ കണ്ണിൻ്റെ ഈർപ്പം നിലനിർത്താൻ വേണ്ടി. അപ്പോൾ നമ്മൾ പോലും അറിയാതെ ഈ ഒരു പ്രവൃത്തി നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി അവിടെ ഊർജിതമായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശ്വസനം പോലെ, അതല്ലെങ്കിൽ നമ്മുടെ ഹൃദയമിടിപ്പ് പോലെ. ഹൃദയം ഓരോ മിനിറ്റിലും 60 മുതൽ 100 വരെ മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. 100 തവണ ഹൃദയം മിടിക്കുന്നുണ്ട്. അത് നമ്മളാരും അറിയുന്നില്ല. അപ്പം നമ്മളെ നിലനിർത്താൻ വേണ്ടി നമ്മൾ പോലും അറിയാതെ എത്രയോ ലക്ഷക്കണക്കിന് പ്രവൃത്തികൾ, പ്രോസസ്സുകളാണ് നമ്മുടെ ശരീരത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പുറമേക്ക് കാണുന്നൊരു മോണിറ്റർ മാത്രമാണ്. അതിനകത്ത് ഇതേ രൂപത്തിൽ നമ്മുടെ ശരീരം പ്രവർത്തിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് പ്രവൃത്തികൾ നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്നുണ്ട്. അതെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തെ എങ്ങാനും ഒരു സെക്കൻഡ് നേരത്തേക്ക്, ഒരു കണ്ണ് ചിമ്മുന്ന ഇമ വെട്ടുന്ന നേരത്തേക്ക് നമുക്ക് തന്നെ വിട്ടു തന്നിരുന്നെങ്കിൽ അതിൻ്റെ ഫലം ഉടനെ തന്നെ നമ്മൾ മരണപ്പെടുകയാകും. അപ്പം നമ്മൾ പോലും അറിയാതെ, നമ്മൾ ചോദിക്കാതെ തന്നെ ഇത്രയേറെ പ്രവൃത്തികൾ നമുക്ക് വേണ്ടി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ അല്ലെങ്കിൽ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവൻ ഖയ്യൂമായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അറിഞ്ഞുകൊണ്ട് അനുഭവിക്കുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ചും നമ്മളെക്കാൾ ബോധവാനാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചോദിക്കാതെ തന്നെ ഇതെല്ലാം നമുക്ക് വേണ്ടി നൽകുന്നവന് നമ്മൾ ചോദിക്കുന്നത് നൽകാനുണ്ടോ വല്ല പ്രയാസവും? ഉദ്ഊനി അസ്തജിബ് ലക്കും, അല്ലെങ്കിൽ ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുക. അതന്നെ നമ്മൾ പ്രാർത്ഥനയിൽ ഒരല്പം മുമ്പ് അസ്ലിഹ് ലി ശഅനി കുല്ലഹു, എൻ്റെ എല്ലാ കാര്യങ്ങളെയും നീ നന്നാക്കണേ. ഇത് ചോദിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഞാൻ എനിക്ക് ഉത്തമമാണെന്ന് കരുതുന്നതല്ല നീ എനിക്ക് നൽകേണ്ടത്, മറിച്ച് നിൻ്റെ കണ്ണിൽ എന്താണോ എനിക്ക് ഉത്തമം അതാണ് എനിക്ക് നൽകേണ്ടത്. കാരണം ചോദിക്കുന്ന എൻ്റെ അറിവ് പരിമിതമാണ്. ഞാൻ ഇന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം ഒരുപക്ഷേ നാളെ എനിക്ക് വലിയൊരു തിന്മയായി ഭവിച്ചേക്കാം. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഇന്നും നാളെയും ഒരുപോലെ അറിയാവുന്ന നിനക്കറിയാം ആത്യന്തികമായിട്ട് എനിക്ക് എന്താണ് നന്മയെന്ന്. ആ നന്മയാണ് എനിക്ക് വേണ്ടത്. നീ ആ രൂപത്തിൽ എനിക്ക് നീ എന്ത് തന്നെ നൽകിയാലും ഞാൻ സംതൃപ്തനാണ്. കാരണം നീ നൽകുന്നതെല്ലാം എൻ്റെ നന്മക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരു സന്ദർഭത്തിൽ അതെനിക്കൊരു പ്രയാസമായി എനിക്ക് തോന്നിയാലും എൻ്റെ പ്രയാസത്തെക്കാളേറെ നിൻ്റെ യുക്തിയിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കുന്നു. കാരണം എൻ്റെ അറിവ് പരിമിതമാണ്. അപ്പോൾ ഞാൻ അറിയാതെ തന്നെ എൻ്റെ നന്മക്ക് വേണ്ടി ഇതേ രൂപത്തിൽ നിരവധി പ്രവൃത്തികൾ നീ എൻ്റെ ശരീരത്തിൽ നിയന്ത്രിക്കുന്നത് പോലെ നീ എനിക്ക് നൽകപ്പെടുന്നതെല്ലാം യഥാർത്ഥത്തിൽ എൻ്റെ നന്മക്ക് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഓ അല്ലാഹ്, നീ എൻ്റെ എല്ലാ കാര്യങ്ങളെയും നീ ശരിയാക്കണേ എന്നുള്ള. വലാ തക്കിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ, ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും നീ എന്നിൽ തന്നെ ഏൽപ്പിക്കരുത് എന്നുള്ള. സുബ്ഹാനല്ലാഹ്. ആ ഒരു പ്രാർത്ഥന ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്. യാ ഹയ്യ് യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തക്കിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. മനോഹരമായിട്ടുള്ള പ്രാർത്ഥന. ഈ ഒരു പ്രാർത്ഥന നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് നൽകിയ ഉപദേശത്തിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും ദിനേന ഈ ഒരു പ്രാർത്ഥന അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. അത് നമ്മളും
നമ്മുടെ ജീവിതത്തിലുടനീളം, അത് പ്രഭാതത്തിലും പ്രദോഷത്തിലും കഴിയെങ്കിൽ നമസ്കാരാനന്തരെല്ലാം ഈ ഒരു പ്രാർത്ഥന നമ്മൾ സജീവമായിട്ട് അല്ലാഹു സുബ്ഹാനഹു തേടുക. മനോഹരമായിട്ടുള്ള പ്രാർത്ഥന നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. അല്ലാഹു സുബ്ഹാനഹു ഇതേ രൂപത്തിലുള്ള പ്രാർത്ഥനകൾ അത് പഠിക്കാനും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും അത്തരം പ്രാർത്ഥനകളിലൂടെ നമ്മുടെ പ്രതിസന്ധികളെ മറികടക്കാനുള്ളൊരു തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രയാസം അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എളുപ്പമാക്കി തരുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.